ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ തുലാക്കൂറുകാർ അഥവാ തുലാ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ രാശിയുടെ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ശനിയും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ, ബുധൻ, രാഹു, 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ വ്യാഴം, 9ാം ഭാവത്തിൽ ചൊവ്വ, 12ൽ കേതു. ഇപ്പോൾ ഇതിൽ അനുകൂല സ്ഥിതിയായിട്ടുള്ളത് എന്ന് വെച്ച് പറഞ്ഞാൽ ശനി അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്, ബുധനും അനുകൂലമാണ്, ത്രികോണസ്ഥാനത്ത് നിൽക്കുന്ന രാഹു അനുകൂലം തന്നെയാണ്. അതേസമയത്ത് 12ാം ഭാവത്ത് നിൽക്കുന്ന കേതു അനുകൂലമല്ലെങ്കിലും ദോഷം ചെയ്യാനുള്ള അവസരമില്ല. ദോഷം ചെയ്യുന്ന ഒരൊറ്റ ഗ്രഹം വ്യാഴഗ്രഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സാരം. അത് കാരണം കൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തിൽ ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറവുകളൊന്നും കാണുന്നില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ധനവർദ്ധനവായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കളവ് കേസുകളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മോഷ്ടാക്കളെല്ലാം വളരെ പിടിക്കപ്പെട്ട ഒരവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്യുന്നവർ, ഫൈനാൻസ് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വയ്ക്കുന്നവർ, അതുപോലെ തന്നെ കണക്ക് വഴക്കുകളിൽ കള്ളത്തരം കാണിക്കുന്നവർ എല്ലാം പിടിക്കപ്പെടേണ്ട ഒരു അവസരം കൂടിയാണ് ഈ സമയം മാർച്ച് മാസത്തിൽ കാണുന്നത് എന്നുള്ളത് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഗുണാനുഭവങ്ങൾ തന്നെയാണ് കാണുന്നത്. സിവിൽ സർവീസും എഞ്ചിനീയർ സർവീസും പറഞ്ഞാൽ സിവിൽ സർവീസും അതുപോലെ തന്നെ സിവിലിൻ്റെ സംബന്ധമായിട്ടുള്ള IPS ആണെങ്കിലും IAS ആണെങ്കിലും IFS ആണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും അത് ഏത് എഞ്ചിനീയർമാർക്കും മെയിനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കുള്ള നേട്ടങ്ങൾ വളരെ കൂടുതലാണ്. ഇവിടെ സൂര്യനോടൊപ്പം ശനി 5ാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിലും ശനിക്ക് കുറച്ച് മൗഢ്യം ഈ മാസത്തിൽ കുറച്ച് ദിവസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 6ൽ നിൽക്കുന്ന ശുക്രൻ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണാധിക്യം എന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് MBBS പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വ്യാഴ അനുകൂല സ്ഥാനത്ത് അല്ലെങ്കിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റ് അങ്ങനെയുള്ള മെറിറ്റ് അങ്ങനെയുള്ള അതുപോലെ തന്നെ എൻട്രൻസ് അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ എല്ലാം വന്ന് നേട്ടം കൈവരിക്കാനുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ള പറയുന്നത്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് പലവിധ നേട്ടങ്ങളും സമ്പാദിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ അതിസാരമായിട്ടുള്ള വഴക്കുകൾ വരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കുള്ള സത്യാവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തിക്കുന്ന വാക്കുകളെല്ലാം വളരെ ദോഷകരമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെ വളരെ പ്രശസ്തമാണ്. അതും പ്രവർത്തന മേഖലയിൽ, അതായത് പബ്ലിക് മേഖല എന്ന് പറഞ്ഞാൽ പബ്ലിക് മേഖല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, സിനിമാ ഫീൽഡ് അങ്ങനെയുള്ള പബ്ലിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രസംഗിക്കുന്നവർക്കും വക്കീലന്മാർക്കും, അതായത് വാക്കുകൊണ്ട് സംസാരിക്കുന്ന എല്ലാവിധ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും ഇത് ദോഷകാലം തന്നെയാണ് എന്നുള്ള പറയാനുള്ളത്. അത് കാരണം വാക്കുകൾ ആലോചിച്ച് വർത്തമാനം പറയണം. പെട്ടെന്ന് മെമ്മറിയിൽ തോന്നുന്ന വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു പോകും. ആ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില അബദ്ധത്തിൽ എഴുതാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യം പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. അത് കാരണം ഭാഗ്യസൂക്തം ആഴ്ചയിൽ 1 വെച്ചിട്ട് എല്ലാ ചൊവ്വാഴ്ചയും നടത്തുന്നത് മൂലം ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയും ദൈവാനുഗ്രഹം നിങ്ങൾ തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ തുളസിമാല, പാൽപ്പായസം, മഞ്ഞപ്പട്ട് എന്നിവ സമർപ്പണം ചെയ്യുന്നതും വഴിപാടായി നടത്തുന്നതും ലളിത സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. വിഷ്ണു സഹസ്രനാമം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ ദോഷങ്ങൾ വളരെ കുറഞ്ഞു വരും എന്നുള്ളത് വളരെ സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിനെ പറയാം. അതുപോലെ ശത്രുക്കളുടെ വളരെ ഭീഷണികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ശത്രുത വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയൽപക്കങ്ങളായിട്ടുള്ള സൗഹൃദം അത്ര നന്നായിരിക്കില്ല, വഷളാവാനുള്ള സാധ്യതയുണ്ട്. അതിർത്തി തർക്കങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ വിദേശത്തേക്കെല്ലാം ധനം സ്വരൂപിച്ച് അയക്കുന്നവർ ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്, അത് ഓഹരി വിപണികളിൽ നടത്തുന്നവർക്ക് തകർച്ച
നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഭാഗ്യ സംബന്ധമായി ലോട്ടറി കച്ചവടം എല്ലാം നടത്തുന്നവർക്കെല്ലാം വളരെ ദോഷകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ഭാഗ്യം തന്നെ ഇല്ല എന്ന് ശരിക്കും പറയുക എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ യൂണിഫോം മേഖല, യൂണിഫോം പറഞ്ഞാൽ സർവത്ര യൂണിഫോം മേഖലയിൽ പലവരും ഇതുണ്ട്. ജനാധിപത്യം വഹിക്കുന്നവരുണ്ട്, പോലീസുകാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ സർവീസ് ചെയ്യുന്ന അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. കർമ്മ മേഖല പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. സഹോദര സ്ഥാനം വന്നിട്ട് ദൃഢമായിട്ട് വരുവാനുള്ള സാധ്യതയും കൂട്ടുകെട്ട് ബിസിനസ്സുകൾ വരുവാനുള്ള സാധ്യതയും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം മുന്നേറ്റം വരുവാനുള്ള സാധ്യതകളും സേനാധിപത്യം വഹിക്കുന്നവർക്കും എയർപോർട്ട് സംബന്ധമായിട്ടും എയറോനോട്ടിക് സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഇപ്പോഴത്തെ ഒരു മാസമായിട്ടാണ് കാണുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഒരു മാസമാണ് മാർച്ച് മാസത്തിൽ തുല കൂറുകാർക്ക് കാണുന്നത്. എന്നിരുന്നാലും പറഞ്ഞിരിക്കുന്ന വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഗുണദോഷ മിശ്രണത്തിൽ ഏകദേശം 70% വിജയം കൈവരിക്കാൻ പറ്റും, 30% ദോഷം അനുഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആശുപത്രി വാസം വരുവാനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടിയിട്ട് ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആശുപത്രി ചിലവാകുന്ന ധനത്തിൻ്റെ ചിലവ് കുറഞ്ഞും കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. 1 ലക്ഷം ചിലവാകുന്നത് 25,000 ചിലവാകുള്ളൂ, 25,000 ചിലവാകും 5,000 ചിലവാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ രാഷ്ട്രീയക്കാരിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധാലുവായിട്ട് ഇരിക്കണം എന്നുള്ളതിന് പറയുന്നത്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം, പ്രൈവറ്റ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും വാഹന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതിൽ ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർക്ക് നക്ഷത്ര മസാജ് ചെയ്യുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ചിത്ര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ഭഗവത് സേവ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാവിഷ്ണുവിൽ ഞാൻ നടത്തി പറഞ്ഞിരിക്കുന്ന തുളസിമാല മഞ്ഞപ്പട്ട്, അതുപോലെ തന്നെ പാൽപ്പായസ വഴിപാട് എന്നിവ നടത്തുന്നതും, അതുപോലെ തന്നെ ചോതി നക്ഷത്രക്കാർക്ക്, അതായത് ചിത്ര ചോതി വിശാഖം എന്നാണ് പറയുന്നത്, ചോതി നക്ഷത്രക്കാർക്ക് ചോതി ആ നക്ഷത്രം വരുന്ന ദിവസം 100 പാല്, അതായത് നാഗങ്ങൾക്ക് 100 പാല് നൽകുക, അല്ലെങ്കിൽ നാഗപൂജ നടത്തുക എന്നിവയെല്ലാം ചെയ്യുന്നതും സർപ്പബലി നടത്തുന്നതും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്ന പക്ഷം ഈ ദോഷം മാറി ഈ മാർച്ച് മാസം പൂർണ്ണ ഗുണകരമാക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നമസ്കാരം.